സിനിമയ്ക്ക് ഞാൻ എല്ലാ സിനിമയും വരുന്ന ആളല്ലേ. ഞാനൊരു ബഹളം ഉണ്ടാക്കൂല. എനിക്കൊരു പോപ്കോണോ ഒരു പെപ്സി മാത്രം മതി. അതല്ല മോനെ, ഇത് മലയാളം സിനിമയാ. മക്കൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് കാർട്ടൂൺ പടത്തിന് അച്ഛൻ ഈ ഫ്രൈഡേ കൊണ്ടുപോവാ കേട്ടോ. ഇതിപ്പോ അച്ഛൻ പോയെന്ന് കണ്ടിട്ട് വരാം. അച്ഛന് 2 ഫ്രണ്ട്സും ഉണ്ട്. അച്ഛൻ മലയാള പടം അന്ന് റിലീസായ പടാണോ? അതന്നെ മോനെ. അതെ, നിനക്കെങ്ങനെ അറിയാത്? റേഡിയോയിലുണ്ടായിരുന്നല്ലോ ഇന്ന് റിലീസാവുന്ന പത്രത്തില് ഫോട്ടോ കണ്ട. അച്ഛൻ ഞാനും ഉണ്ട് അച്ഛാ, പ്ലീസ് അച്ഛാ. വേണ്ട 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 വേണ്ട, മോൻ വരണ്ട, അച്ഛൻ പോയിട്ട് വരാം. അതെന്താ അച്ഛാ, എല്ലാ പടത്തിലും എന്നെ കൊണ്ടുപോകണല്ലേ? എന്താ എന്നെ കൊണ്ടുപോയാല്? ഞാൻ ശ്വേതാന്റിയുടെ വലിയ ഫാനാണ്. ഓ, അച്ഛന്റെ അല്ലേ മോൻ ശ്വേതാന്റിയുടെ ഫാൻ ആയില്ലെങ്കിലേ അതിശയുള്ളൂ. അല്ല അച്ഛാ, പ്ലീസ് എന്നെ കൊണ്ടുപോച്ചാ. ഈ പടത്തിന് എന്നെ കൊണ്ടുപോയാലും എന്താ പ്രശ്നം അച്ഛാ? പറ അച്ഛാ. മോനെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ മോനെ ഈ പടത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ അച്ഛാ? ജനറൽ റേറ്റിംഗ് ആണ് കിട്ടിയെന്ന് മിഥുനങ്ങൾ റേഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടല്ലോ. എടി ശോഭേ, ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, രതിനിർമ്മാണം കാണിച്ചാലും കുഴപ്പമില്ല. ആ മിഥുന്റെ ഒക്കെ ഷോ കേൾപ്പിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളല്ലോ നിന്റെ അടുത്ത്. പിള്ളേര് കണ്ടോ ജനറൽ റേറ്റിംഗ് ആണെന്നുള്ളവരെ മനസ്സിലായി കഴിഞ്ഞു. അച്ഛാ പ്ലീസ് എന്നെ കൊണ്ടുപോച്ചാ. കുടുംബമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുപോടാന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞല്ലോ. അതെ, അതുകൊണ്ടൊന്നും അല്ല അച്ഛൻ കൊണ്ടുപോകാത്തത്. അച്ഛൻ കൊണ്ടുപോകാത്ത എന്താന്നറിയോ? എന്താ? അതെ, പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പോയാ മതി. കൊച്ചിന്റെ കരച്ചിൽ കാണാൻ എന്നെ കൊണ്ടുപോയാ. മക്കളെ, അതെ നാളെ കുടുംബങ്ങളിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. Excuse me. Please try to understand me, yeah. Excuse me. ഇന്നത്തെ എക്സ്ക്യൂസ് മീയുടെ മെയിൻ ക്ലൈമാക്സ് എന്താണെന്നറിയാം മിഥുൻ? കാരണം നല്ലൊരു എക്സ്ക്യൂസ് കണ്ടെത്തുന്നവർക്ക് ലഭിക്കുന്നത് രതി നിർവേദം എന്ന ചിത്രം കാണാനുള്ള 2 ടിക്കറ്റാണ്. കുട്ടികൾക്കുള്ള ടിക്കറ്റ് ഇല്ല അതില്. ഏതായാലും ജനറൽ റേറ്റിംഗ് തന്നെയാണ് രതി നിർവേദത്തിന് കിട്ടിയിരിക്കുന്നത്. രതി നിർവേദം കാണാനുള്ള 2 ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സെൻഡ് ബെസ്റ്റ് എക്സ്ക്യൂസ് ടു 4007. ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ബെസ്റ്റ് ആക്ടറിന്റെ DVD ഇപ്പോൾ റിലീസ് ആയിട്ടുള്ള സ്പീഡ് ഓഡിയോ വീഡിയോ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിനകം തന്നെ റേഡിയോ ആക്റ്റീവിലൂടെ കുറച്ച് പേർക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഐ സാ ദ മൂവി യെസ്റ്റർഡേ. ശരിക്കും അതെ, പ്രത്യേകിച്ചും അഭിനയത്തിന് ചാൻസ് വെച്ച് നടന്ന എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കണ്ണ് ഉറപ്പായിട്ട് നടക്കും. സീമാ സജീവ് എനിക്ക് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ടോപ്പിക് അവരുടെ വീട്ടിൽ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞേ ഉള്ളൂ. അതായത് രതി നിർവേദം കാണാൻ പോകാൻ വേണം, കുട്ടികളുണ്ട്, എങ്ങനെ പോകുന്നുള്ള ആലോചിക്കുക. എനിക്ക് തോന്നുന്നു പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണെന്ന് ഇവിടെ എക്സ്ക്യൂസസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം എല്ലാത്തിനും ഒരു ലൈഫായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. എന്തായാലും ഇവിടെ ശങ്കറിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: അതെ മോനെ, കുട്ടികൾ ഈ മൂവി കാണുന്നതിന് മുൻപ് വാക്സിനേഷൻ എടുക്കണം ഒരു നിബന്ധനയുണ്ട്. അപ്പൊ കുട്ടിയെങ്ങാനും ഇനിയിപ്പോ ഇഞ്ചക്ഷൻ ഒക്കെ പേടിയുള്ള കുട്ടിയാണെങ്കിൽ അതുപോലെ രക്ഷപ്പെടും. അപ്പൊ മോനെ വാ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാമെന്നാണ് ശങ്കർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് കൊച്ചും പേടിക്കുമല്ലോ അല്ലെ. അതുപോലെ അത് മോനെ, ഈ പടം 3 മണിക്കൂറുണ്ട്. ഈ പടത്തിന് ഇന്റർവെല്ലും ഇല്ല, പിന്നെ എങ്ങനെ പോപ്കോൺ തിന്നണേ നമുക്ക് എന്നാണ് പറഞ്ഞത്. ഓക്കെ, മറ്റൊന്ന് മിസ്റ്റർ ഷിബുവിന്റെ മെസ്സേജ് ആണ്: മോനെ, ഈ ഫിലിമില് നമ്മുടെ ശ്വേത ചേച്ചി പാമ്പ് കടിച്ചാൽ മരിക്കുന്ന നിനക്ക് സങ്കടാവില്ലേ? ശ്വേത ചേച്ചിയുടെ വലിയ ഫാനല്ല നീ, മാത്രല്ല നിനക്ക് പാമ്പിനും പേടിയല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷിബു. അതേ ലൈനിൽ വേറൊരു മെസ്സേജ് ബിജു അയച്ചിരിക്കുന്നത്: ആ ഫിലിമിന് G റേറ്റിംഗ് ആണ് മോനെ കിട്ടിയത്. പക്ഷേ G ഫോർ ജനറൽ അല്ല, ഗോസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, പ്രേതപടം. അത് കണ്ടിട്ട് വന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആകെ പേടിയാവും. ആ മിഥുൻ തന്നെ പനിയായിട്ട് കിടക്കുകയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ബിജു ആണ് മെസ്സേജ്. അതുപോലെ മറ്റേത് മോനെ, ഇതിൽ ഒരുപാട് ഹൊറർ സീനും അതുപോലെ ഒരുപാട് വാൾഫൈറ്റ് സീനും ഒക്കെ ഉണ്ട്. അതെല്ലാം കണ്ടാൽ മോൻ പേടിക്കും. പിന്നെ അതിലൊരുപാട് അൺറേറ്റഡ് സീനും ഉണ്ട്. അതൊന്നും മോന് കാണാൻ പറ്റില്ല, മോൻ പേടിച്ചാൽ ഞാൻ പകുതി സിനിമ കണ്ടിട്ട് ഇറങ്ങി വരേണ്ടി വരും എന്നാണ് ജലീല് പറഞ്ഞിട്ടുള്ളത്. ഇതില് ശ്വേത ചേച്ചി മറ്റേ പ്രേതമായിട്ടാണ് അഭിനയിക്കുന്നത്, ഭൂതായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ ആ ലൈനിൽ വന്നിട്ടുണ്ട്. പിന്നെ മോനെ, മിഥുൻ പലതും പറയും. അപ്രൂവൽ കിട്ടിയ സ്മാർട്ട് സിറ്റി പോലും ഇതുവരെ ഒന്നും ആയില്ല. അത് മിഥുനേക്കാളും വലിയ രാഷ്ട്രീയക്കാര് പറഞ്ഞതാ. മോൻ TV കണ്ടിട്ടില്ലേ? ഈ സിനിമയിൽ ശ്വേത ചേച്ചി ഡ്രാക്കുളയുടെ വേഷമാണ് മോനെ ചെയ്യുന്നത്. മോനെ കണ്ട നാളെ എക്സാം, മോനത് കണ്ടു നാളെ എക്സാം എഴുതാൻ പറ്റില്ല എന്നാണ് ഷമീൽ പറഞ്ഞിട്ടുള്ളത്. അതെ മക്കളെ, അതെന്താന്ന് വെച്ചാൽ തിയേറ്ററിൽ പോലീസ് അങ്കിൾസ് ഉണ്ട്. കുട്ടികളുമായി പോയാൽ അച്ഛനെ പോലീസ് അങ്കിൾ അറസ്റ്റ് ചെയ്യും, അതുകൊണ്ടാണെന്നാണ് ഷാനു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മോനെ, ഇതൊരു ഭയങ്കര പേടിപ്പിക്കുന്ന പടമാണ്. ഞാൻ പേടിക്കാതിരിക്കാൻ 2 ഫ്രണ്ട്സിനെയും കൊണ്ട് പോകുന്നത് തന്നെ. മോൻ ഇത് കണ്ടാൽ പേടിച്ചിട്ട് രാത്രി ഉറങ്ങില്ല, ഞങ്ങളെ ആരെയും ഉറക്കില്ല.
ഞാൻ വീക്കെൻഡിൽ മോനെ കാർട്ടൂൺ കാണിക്കാൻ കൊണ്ടുപോകാം. ബി എ ഗുഡ് ബോയ് മൈ ബോയ്. മമ്മി കണ്ടാ പേടിച്ചിട്ട് വരാത്തത് ഞാൻ കണ്ടിട്ട് വരാം. റാഫിയുടെ മെസ്സേജ്, എന്റെ പൊന്നു മോനെ ഈ പടം മോൻ കാണണ്ട. ഇതിൽ ശ്വേത ആന്റി ഒരു കന്യാസ്ത്രീ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു ഡിവോഷണൽ മൂവി, ഫുൾ പ്രയറും പിന്നെ ബൈബിൾ വചനങ്ങള് ഉള്ളു പടത്തില്. മോൻ വന്നാ ബോറടിക്കും. ഒരു സോങ് പോലും ഇല്ല മൂവിയില്. അതുകൊണ്ട് മോ ഇവിടെ ഒന്ന് കാർട്ടൂൺ കണ്ടോ. അച്ഛൻ പോയി കുറച്ച് വചനങ്ങളൊക്കെ പഠിച്ചിട്ട് വരാം. അതുപോലെ മറ്റൊന്ന്, മോനെ അച്ഛൻ വേറൊരു CD എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഏത് CD ആണെന്ന് ഞാൻ പറയില്ല. മോനെ അച്ഛന്റെ 2 കൂട്ടുകാർ വരുന്നുണ്ടല്ലോ. ഒരാൾ മനോജംഗിളാണ്, മറ്റേ ആൾക്ക് സിനിമ കാണണമെങ്കിൽ അച്ഛന് മനോജംഗിൾ അയാളെ പിടിച്ചോണ്ടിരിക്കണം. അച്ഛന് മോനെ നോക്കാൻ കഴിയില്ല. കാരണം 102 വയസ്സുള്ള നമ്മുടെ അപ്പൂപ്പനാണ് കൂടെ വരുന്ന ആള് എന്നാണ് പേര് വെക്കാത്ത വേറൊരു സുഹൃത്ത് ഷൈജു അറിയിച്ചിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിലുള്ള നിരവധി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കേണ്ടത്. ഒന്ന് എനിക്ക് ഇഷ്ടമായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രാഷ്ട്രീയക്കാരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, പിന്നെ റാഫിയുടെ മെസ്സേജ്. ഇത് രണ്ടാണ് രാഷ്ട്രീയക്കാരുടെ രണ്ടുപേരുടെയും ഇതെന്താ അറിയോ, നമ്മുടെ റാഫി ആണേലും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ നോടെ ഷമീലും, രണ്ടുപേരും ഇപ്പൊ അടുത്ത് സമ്മാനം കിട്ടിയ ആൾക്കാരാണ്. 30 മെയ്നും മറ്റത് ജൂൺ 1-നുമാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത്. നമുക്ക് അതുകൊണ്ട് വേറെ കൊടുക്കും, കാരണം ഇപ്പൊ സമ്മാനം കിട്ടിയിട്ടുള്ളത്.